ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സാക്ഷരത, വിദ്യാഭ്യാസം, അറിവ് എന്നിവയുടെ ശക്തിയാണ് കേരളത്തെ മുന്നിലെത്തിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി നാളെ മടങ്ങും. 17ാമത് റോസ്കർ മേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 51,000 നിയമന പത്രങ്ങൾ കൈമാറും. തിരുവനന്തപുരത്തും കോഴിക്കോടും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും വി സോമണ്ണയും പങ്കെടുക്കും. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം. വാർത്തകൾ വിശദമായി. സാക്ഷരത, വിദ്യാഭ്യാസം, അറിവ് എന്നിവയുടെ ശക്തിയാണ് കേരളത്തെ മുന്നിലെത്തിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാല സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. 21ാം നൂറ്റാണ്ട് അറിവിന്റെ നൂറ്റാണ്ടാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ശിവഗിരിയിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് രാഷ്ട്രപതി കോട്ടയത്ത് എത്തിയത്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ സാക്ഷരതയും സ്വാശ്രയത്വവും പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഇന്നും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ 2 വർഷം നീളുന്ന പരിപാടികൾ ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജാതി, മത, വർഗ ഭേദങ്ങൾക്ക് ഉപരിയായ ദർശനങ്ങളാണ് ഗുരുദേവൻ പകർന്നു നൽകിയതെന്നും ശ്രീമതി മുർമു പറഞ്ഞു. In today's world, Sri Narayana Guru's message becomes even more relevant. Narayana Guru's message of unity reminds us that all human beings share the same divine essence. As we remember him today, let us strive to live by his ideals. Let us aspire to treat every human being with dignity, to serve selflessly and to see the divine in every individual. ശിവഗിരിയിലെ ഗുരുസമാധിയിൽ രാഷ്ട്രപതി പ്രണാമം അർപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, വി എൻ വാസവൻ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനാച്ഛാദനം ചെയ്തു. കെ ആർ നാരായണൻ മുന്നോട്ടുവച്ച ജനാധിപത്യ ചിന്തയും മാനുഷിക മൂല്യങ്ങളും എക്കാലവും മാതൃകയാക്കണമെന്ന് ശ്രീമതി മുർമു അനുസ്മരിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി നാളെ രാവിലെ കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോകും. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് രാഷ്ട്രപതി വൈകിട്ട് ഡൽഹിക്ക് മടങ്ങും. 17ാമത് റോസ്കർ മേളയിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 51,000 നിയമന പത്രങ്ങൾ കൈമാറും. രാജ്യമെമ്പാടുമായി 40 ഇടങ്ങളിലാണ് മേള നടക്കുന്നത്. ചെന്നൈയിൽ നടക്കുന്ന റോസ്കാർ മേളയിൽ കേന്ദ്ര വാർത്താവിതരണ സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുക്കും. കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും, കോഴിക്കോട് നടക്കുന്ന മേളയിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയും സംബന്ധിക്കും. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കേരളം, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കമ്മീഷൻ ചർച്ച നടത്തി. ബീഹാറിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 6-നും 2ാം ഘട്ടം 11-നും നടക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി പ്രസാദ് യാദവിനെ പ്രഖ്യാപിച്ചു. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ഈ മാസം 27-ന് തുടങ്ങും. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1,600 രൂപ വീതം വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് സൌജന്യമായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി വർദ്ധിപ്പിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. നിലവിലുള്ള 1 ലക്ഷം രൂപയിൽ നിന്നും 2.5 ലക്ഷം രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ദീർഘകാലമായി സർക്കാർ ഭൂമി കൈവശം വെച്ചും വീട് വെച്ച് താമസിച്ചും വരുന്ന നിർധന കുടുംബങ്ങൾക്ക് സൌജന്യ ഭൂമി പതിവിന് വരുമാന പരിധി തടസ്സമായ സാഹചര്യത്തിലാണ് ചട്ടഭേദഗതിക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയത്.
രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ഒരു ദിവസം 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയ ചരിത്ര നേട്ടവുമായി കോട്ടയം മെഡിക്കൽ കോളേജ്. ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിങ്ങനെ 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്നതിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ശബരിമല ദർശനത്തിന് ശേഷം തിരികെ വരുമ്പോൾ അപകടത്തിൽപ്പെട്ട് മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ AR അനീഷിന്റെ 9 അവയവങ്ങളാണ് ദാനം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ പങ്കുവയ്ക്കാം. പരിപാടിയുടെ 127ാം പതിപ്പ് ഈ മാസം 26-ന് പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 858 പോയിന്റുമായി തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. കണ്ണൂർ 2ാമതും തൃശൂർ 3ാം സ്ഥാനത്തുമാണ്. ഗെയിംസിലും നീന്തലിലും തിരുവനന്തപുരമാണ് മുന്നിൽ. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 100 മീറ്ററിൽ കോഴിക്കോടിന്റെ ദേവനന്ദയും സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ 100 മീറ്ററിൽ മലപ്പുറത്തിന്റെ ആദിത്യ അജിയും 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ 100 മീറ്ററിൽ പാലക്കാടിന്റെ നിവേദ് കൃഷ്ണൻ 1ാമതെത്തി. ശക്തമായ മഴയിലും സ്കൂൾ കായികമേള കുറ്റമറ്റ രീതിയിൽ നടത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. താൽക്കാലിക ഇൻഡോർ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ച് ഒരേ സമയം 10ഓളം കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഴ പെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അറിയാം, നമ്മൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. ഇതിന് തിരിച്ച് സ്റ്റേഡിയമാക്കി സ്പോർട്സ് കൗൺസിൽ ഏൽപ്പിക്കണമെങ്കിൽ തന്നെ വലിയൊരു തുക ചെലവിടേണ്ടി വരും. പക്ഷേ ഈ നിലയിൽ ഒരു താൽക്കാലിക ഇൻഡോർ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ച് 8-10 ഗെയിംസ് ഒരേ സമയത്ത് തന്നെ നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. ഇന്ന് നടന്ന 2ാം ഏകദിനത്തിൽ 2 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 265 റൺസ് വിജയലക്ഷ്യം 22 പന്ത് ബാക്കി നിൽക്കെ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നു. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 2-0 ഓസ്ട്രേലിയ സ്വന്തമാക്കി. പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ സിഡ്നിയിൽ നടക്കും. ICC ലോകകപ്പ് വനിതാ ഏകദിനത്തിൽ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം മഴ മൂലം നിർത്തിവച്ചു. നവി മുംബൈയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 48 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 329 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓപ്പണിംഗ് ജോഡിയായ സ്മൃതി മന്ദാനയ്ക്കും പ്രതിക റബാളിനും സെഞ്ചുറി. കണ്ണൂരിൽ വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്ന 52 സ്റ്റാളുകളാണ് മേളയിൽ ഉള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KU ശശിധരൻ. നാളികേരം, ചക്ക, മാങ്ങ, തേൻ എന്നിവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കൊപ്പം അലങ്കാര വസ്തുക്കൾ, മ്യൂറൽ പെയിന്റിങ്ങുകൾ തുടങ്ങി നവീനവും പരമ്പരാഗതവുമായ ഉൽപ്പന്നങ്ങളാണ് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഒരുക്കിയിരിക്കുന്ന മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ചിരട്ട കൊണ്ടുള്ള വിവിധ കരകൌശല ഉൽപ്പന്നങ്ങൾ, അലങ്കാർ ഓർണമെന്റ്സ്, ജില്ലയിലെ വിവിധ ഭക്ഷ്യ ഗാർമെന്റ്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ എന്നിവ മേളയുടെ പ്രധാന ആകർഷണങ്ങളാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി മേള ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 28-ന് സമാപിക്കും. ശബരിമല സ്വർണ്ണപ്പാളി ക്രമക്കേട് കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് രാവിലെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പൽ INS മാഹി നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ വിഭാഗത്തിൽ നിർമ്മിക്കുന്ന 8 കപ്പലുകളിൽ ആദ്യത്തേതാണ് INS മാഹി. പ്രധാന വാർത്തകൾ വീണ്ടും. സാക്ഷരത, വിദ്യാഭ്യാസം, അറിവ് എന്നിവയുടെ ശക്തിയാണ് കേരളത്തെ മുന്നിലെത്തിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി നാളെ മടങ്ങും. 17ാമത് റോസ്കർ മേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 51,000 നിയമന പത്രങ്ങൾ കൈമാറും. തിരുവനന്തപുരത്തും കോഴിക്കോടും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും V. സോമണ്ണയും പങ്കെടുക്കും. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.